وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ വിശ്വാസികളെ ഈ അണ്ടകടാഹങ്ങളെ പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പുലർത്തണം എന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹു അവനിഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച് സ്വർഗാവകാശികളായി മരണപ്പെടുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആറ്റം മുതൽ ആഴി വരെ, അണുമുതൽ അണ്ടകടാഹങ്ങൾ വരെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമായിരുന്നാലും, കഴുവയ്ക്ക് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന തവാഫ് നിർവഹിക്കുന്നവരായിരുന്നാലും, സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളായിരുന്നാലും ഒക്കെ താളാത്മകമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കൃത്യവുമായ ഒരു കറക്കത്തിലാണുള്ളത്. ഖുർആൻ സൂറത്തു യാസീനിൽ പറയുന്നു, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിൻ്റെ സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്. തുടർന്നുള്ള സൂറത്തു യാസീനിലെ 40-ാം വചനത്തിൽ ലശംസു യംബഈ ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനൊക്കുകയില്ല, രാവ് പകലിനെ മറികടക്കുന്നതുമല്ല. ഓരോന്നും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റും കടലും പുഴകളും മീനുകളും പറവകളും തോടുകളും ഉറവകളും സഞ്ചാരത്തിലാണ്. സഞ്ചരിച്ചുകൊണ്ട് വ്ളോഗർമാർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒക്കെ നമുക്ക് അടയാളപ്പെടുത്തുന്ന റീൽസും റീച്ചും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഖുർആൻ നമ്മളോട് പറയുന്നത്, ഖുൽ സീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. സുമ്മൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് സൂറത്തുൽ അൻആമിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നു. അതുപോലെ സൂറത്തുൽ അൻകബൂത്തിൽ 29-ാമത്തെ സൂറത്തിലെ 20-ാമത്തെ വചനത്തിൽ ഖുൽ സീറൂ ഫിൽ അർളി എന്ന് പറഞ്ഞതിന് ശേഷം ഫൻദുർ കൈഫ ബദഅൽ ഖൽഖ്, അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. അവൻ മറ്റൊരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കും. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഖുൽ സീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞ ഖുർആൻ ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഇബ്നു ബത്തൂത്ത എന്ന മഹാസഞ്ചാരി നമ്മളോട് പറയുന്നത്, യാത്ര നിങ്ങൾ നൂറുകണക്കിന് വഴികളിലേക്ക് കൈപിടിച്ചു നടത്തുകയും ഹൃദയങ്ങൾക്ക് ചിറകൾ മുറപ്പിക്കുകയും ചെയ്യും എന്നാണ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുന്നു, അഫലം യസീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങളോ കേട്ട് ഉൾക്കൊള്ളാൻ ഉതകുന്ന കാതുകളോ
അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുമായിരുന്നു. എത്രയെത്ര നാടുകളാണ് അവിടുത്തുകാർ അക്രമത്തിലായിരിക്കെ നാം നശിപ്പിച്ചു കളഞ്ഞു. അവരതാ മേൽപ്പുരയോടുകൂടി വീണടിഞ്ഞു കിടക്കുന്നു. എത്രയെത്ര കിണറുകളും പടുത്തുയർത്തിയ കൊട്ടാരങ്ങളുമാണ് അങ്ങനെ നശിപ്പിക്കപ്പെട്ടത്. ഇതൊക്കെയാണ് ഖുർആൻ സഞ്ചാരത്തെക്കുറിച്ച്, യാത്രയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ചില വചനങ്ങൾ. മനുഷ്യരായ നമ്മളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലടികളും ഓരോ സെക്കൻഡുകളും ഓരോ അനക്കങ്ങളും നമ്മളൊരു പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മെ അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു. യാത്ര ഈ ജീവിതത്തിൽ അനിവാര്യമാണ്. ജീവിതം തന്നെ ഒരു യാത്രയായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി ഭൂമിവാസത്തിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്ന് തിരിച്ച് സ്വർഗത്തിൽ എത്തേണ്ട ഒരു യാത്രയാണ് മനുഷ്യനുള്ളത്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കല് ഉമർ ബിൻ ഖത്താബിന്റെ മകനാണ്. ഉമർ ബിൻ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ പറയുകയാണ്, ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മൻകിബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എൻ്റെ ചുമലിൽ തോളിൽ പിടിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബൻ ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. നമുക്കറിയാം, പ്രവാസ ജീവിതത്തിൽ നമ്മൾ എത്ര ഒതുങ്ങിയാണ് ജീവിച്ചത്. ഇനി എന്ത് സൗകര്യമുള്ള AC റൂമിലായിരുന്നാലും നമ്മൾ അവിടെ എത്തിയത് മുതൽ നമ്മുടെ ആലോചന നാട്ടിൽ തിരിച്ചെത്തുന്ന ആ സുവർണ നിമിഷങ്ങളെ കുറിച്ചാണ്. അതുപോലൊരു പ്രവാസിയായി കൊണ്ട് ജീവിച്ച് അവിടെയുള്ള സങ്കുചിതമായ സൗകര്യങ്ങളിൽ, പരിമിതമായ സൗകര്യങ്ങളിൽ ഒതുങ്ങി നമുക്ക് എവിടെയാണോ തിരിച്ചെത്താനുള്ളത് ആ ലക്ഷ്യം മുൻനിർത്തി അതുപോലെ ഒരു വിദേശിയെ പോലെയാവുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. വഴിയാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചത് ആബിറു സബീൽ എന്നാണ്. എന്താണ് ആബിറു സബീൽ? നിങ്ങൾ ദുബായി പോയിട്ടുള്ളവർക്കറിയാം, അബ്ര, ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് കിടക്കുന്ന അബ്രയെ കുറിച്ച് അറിയാം. ആ പ്രയോഗമാണ്. ഒഴുക്കിനനുസരിച്ചല്ല നൗക നോക്കുക. ഒഴുക്ക് എങ്ങോട്ടാണോ കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് നൗക ലക്ഷ്യത്തിലേക്ക് അടുക്കുക. അതുപോലെ മുറിച്ചു കടക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ നമ്മുടെ പ്രതിസന്ധികളെ മുറിച്ചു കടക്കുന്ന ഒരു ഒരു വഴിയാത്രക്കാരനെ പോലെ അവിടെയുള്ള എന്തെന്ത് തണലുകളും സൗകര്യങ്ങളും കണ്ടാലും രമിച്ചു നിൽക്കാതെ മുന്നോട്ട് ഗമിക്കണം എന്നുള്ള ഒരു വഴിയാത്രക്കാരനെ പോലെ നമ്മൾ ഈ ഇഹലോകത്ത് ജീവിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അതിനുശേഷം അബ്ദുല്ലാഹ് ബിൻ ഉമർ പറയുകയാണ്, അത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോളിൽ കൈവച്ചത് പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹ് ബിൻ ഉമർ പറയുന്നു, നീ വൈകുന്നേരമായാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ട, പ്രഭാതമായാൽ പ്രദോഷവും നീ പ്രതീക്ഷിക്കരുത്. നിന്റെ ആരോഗ്യത്തിൽ നിന്ന് നീ രോഗാവസ്ഥയിലേക്കുള്ളത് കരുതി വെക്കുക. നിന്റെ ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കണം നിന്റെ മരണത്തിന് വേണ്ടിയുള്ളത് എന്നൊക്കെ ഇബ്നു ഉമർ അതിനുശേഷം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ജീവിതം തന്നെ യാത്രയായ നമ്മൾ ഈ ജീവിതത്തിൽ തന്നെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. ചെറുതും വലുതുമായ യാത്രകൾ അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അതൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത, ഇപ്പോൾ പള്ളിയിലേക്ക് വന്ന് തന്നെ നമ്മൾ വാഹനം ഉപയോഗിച്ചുകൊണ്ടൊരു യാത്രയായിട്ടാണ്. ആധുനിക മനുഷ്യൻ, ധൃതി മുഖമുദ്രയായ ആധുനിക മനുഷ്യന് ഏത് ചെറിയ യാത്രയും വാഹനത്തിലായിരിക്കുന്നു. സൂറത്തു യാസീനിലെ നേരത്തെ ഓതി വെച്ച ആയത്തുകളുടെ തൊട്ടടുത്ത ആയത്ത്, വായാതുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതും ഫീ ഫുൽകിൻ മശ്ഹൂൻ, മനുഷ്യരെ ആദം സന്തതികളെ ഭാരം നിറച്ച കപ്പലിൽ നാം കയറ്റി കൊണ്ടുപോയതും അവർക്കൊരു ദൃഷ്ടാന്തമാകുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് വാഹനത്തിലുള്ള സഞ്ചാരം അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നത് എന്നാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. ഖുർആൻ അവതരിച്ചിരിക്കുന്ന കാലത്ത് കടലിൽ സഞ്ചരിക്കാൻ ചില പായക്കപ്പലുകളും കരയിലൂടെ സഞ്ചരിക്കാൻ ഒട്ടകങ്ങളും കുതിരകളും കഴുതകളും ഒക്കെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ യാത്രാമണ്ഡലങ്ങളും വാഹനങ്ങളുടെ വ്യൂഹവും ഒക്കെ വളരെ വികസിച്ചു കൊണ്ടിരിക്കുന്നു. കരയിലും കടലും മാത്രമല്ല ആകാശവും ഇന്ന് മനുഷ്യന്റെ യാത്രാപഥമാണ്. ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഓട്ടോമൊബൈലുടെ വലിയ കുതിച്ചുചാട്ടം ഈ ചരിത്രത്തിൽ ഉണ്ടായത്. അവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങളുടെ കണ്ടുപിടുത്തം എല്ലാം വളരെ വിപ്ലവമായിരുന്നു. ഒന്നാമതൊരു ഓട്ടോമൊബൈൽ കണ്ടുപിടിച്ചപ്പോൾ
ചക്രമുണ്ടാക്കാൻ വേണ്ടി കല്ലോ മരമോ വെട്ടി ചക്രത്തിന്റെ രൂപത്തിലാക്കി ഒരു ക്രാങ്കിൽ ഷാഫ്റ്റും പിടിപ്പിച്ച് ഒരു പിസ്റ്റണും മുന്നോട്ട് തള്ളാനുള്ള യന്ത്ര സംവിധാനങ്ങളൊക്കെ പിടിപ്പിച്ച് ആദ്യമായി അത് പരീക്ഷിച്ചപ്പോൾ ആ തെരുവിൽ പൊട്ടിത്തെറിച്ചതിന്റെ ശബ്ദം കേട്ട് നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിരുന്നത് ഭയന്നു പോയിട്ട് പിറ്റേന്ന് കോടതിയിൽ എന്നാണ് പറയുന്നത്. അപ്പോ അവിടുന്ന് ഇങ്ങോട്ട് ആ പ്രാകൃത രൂപത്തിൽ നിന്ന്, കാർ എന്നൊക്കെ പറയാവുന്ന ആ പ്രാകൃത രൂപത്തിൽ നിന്ന് പുതുപുത്തൻ വേർഷനുകളിലേക്ക് നമ്മൾ ഇന്ന് പോയിരിക്കുന്നു. വാഹനങ്ങളുടെ ഈ പ്രളയത്തിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചു കൂടാത്തതാണ്. നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചു. ആ ഒരു മൃഗയാത്രയിൽ നിന്ന് നമ്മൾ ഒരുപാട് വാഹനങ്ങൾ, ആധുനിക സൗകര്യമുള്ള വാഹനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. എന്നാൽ അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി, നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ, ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ, ഇവിടെയുള്ള ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, പെട്രോളിയം, കൽക്കരി, വെള്ളച്ചാട്ടം, കരണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളച്ചാട്ടം, വായു പോലെയുള്ള പ്രതിഭാസങ്ങൾ, ഇങ്ങനെ എല്ലാം സജ്ജമാക്കിയത് അള്ളാഹുവാണ്. മനുഷ്യനെയും അവന്റെ യന്ത്രസാമഗ്രികളും വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലുകൾ അവർക്കൊരു ദൃഷ്ടാന്തമാണ് എന്നാണ് ഞാൻ ഓതിവെച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വമിൻ ആയാതിഹി അൽ ജവാരി ഫിൽ ബഹ്റിൽ അലാം, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മലകളെപ്പോലെ ഉയർന്നുകൊണ്ട് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ എന്ന് സൂറത്തു ഷൂറയിലും അള്ളാഹു പറയുന്നു. നമ്മൾ ഒരു കഷ്ണം ഇരുമ്പെടുത്ത് വെള്ളത്തിലിട്ടാൽ അതങ്ങ് താന്നു പോകും. എന്നാൽ താന്നു പോകുന്ന വെള്ളത്തിലിട്ടാൽ താന്നു പോകുന്ന ഇരുമ്പ് കൊണ്ടും അതുപോലെ വസ്തുക്കൾ കൊണ്ടും ഉണ്ടാക്കിയ കപ്പൽ ആയിരക്കണക്കിന് കണ്ടെയ്നറുകളുമായി പൊന്തി നിൽക്കുന്നു. ലക്ഷക്കണക്കിന് ഗ്രാം ഭാരമുള്ള കപ്പലിൽ അങ്ങനെ ആയിരക്കണക്കിന് കണ്ടെയ്നറുകളും മനുഷ്യരുമൊക്കെ താഴാതെ നിൽക്കുന്നു. വിമാനങ്ങൾക്ക് പോലും പറന്നിറങ്ങാൻ പറ്റുന്ന, പറന്നു പോകാനും പറ്റുന്ന, പറന്നുയരാനും പറ്റുന്ന ഭീമനായ കപ്പലുകൾ പ്ലവന ഫലത്തിലൂടെ, പ്ലവന തത്വത്തിലൂടെ ഈ ഉയർന്നു നിൽക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. മെയ് 24 അറബിക്കടലിൽ മുങ്ങിയ MSC എൽസാത്രി എന്ന കപ്പലിനെ കുറിച്ച് നമ്മൾ വായിച്ചത്. അതിൽ കീടനാശിനി നിറച്ച കണ്ടെയ്നറുകൾ തന്നെ അനേകമുണ്ടായിരുന്നു. ശേഷം ജൂൺ 6 കത്തിയമർന്ന MV വാൻഹായ് എന്ന കപ്പൽ 1754 കപ്പലുകൾ, കണ്ടെയ്നറുകൾ അതിലുണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. അന്ന് തന്നെയാണ് ഗസയിലേക്ക് പോയ ഭക്ഷണങ്ങളും മരുന്നുകളുമായി പോയ മെർലിൻ എന്ന ആക്ടിവിസ്റ്റുകൾ സംഘടിപ്പിച്ച യാത്ര ഇസ്രായേൽ തടഞ്ഞത്. അതിനിടയിൽ നമുക്ക് വായിക്കാൻ സാധിച്ചു, അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്ന 242 ആളുകളുമായി പറന്ന വിമാനം പറന്നുയർന്ന ഉടനെ കത്തിയ ചാമ്പലായി 241 ആളുകളും, അത് പോയി ഇടിച്ച അവിടെയുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം 300ഓളം പേർ മരിച്ചതായി. അപ്പോൾ ഇങ്ങനെ കത്തുന്ന കപ്പൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. കത്തുന്ന കപ്പലിൽ നിന്ന് ഇങ്ങനെ ചുറ്റുവട്ടത്തും പോയിട്ട് പരിമിതമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ദൂരക്കടലിലേക്ക് അതിനെ തള്ളിയകറ്റാനും അല്ലാതെ നമുക്ക് പലതും കഴിയുന്നില്ല. വിമാനത്തിൽ കരിഞ്ഞ മൃതദേഹങ്ങൾ നോക്കി DNA ടെസ്റ്റ് നടത്തി നോക്കി ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാനല്ലാതെ പലപ്പോഴും നമ്മൾ യാത്രയിൽ ഇങ്ങനെ നിസ്സഹായമായി പോകുന്നു. ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുകളും കോസാറുകളും പൾസാറുകളും അങ്ങനെ അനേക ലക്ഷം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു കൂട്ടിമുട്ടാതെ. ഒരു കപ്പൽ കൂട്ടിമുട്ടിയാൽ, 2 വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാലൊക്കെയുള്ള ദുരന്തം തന്നെ നമുക്ക് ആലോചിക്കാൻ അപ്പുറത്താണ്. അതിന്റെ പരിസ്ഥിതി പഠനങ്ങളൊക്കെ പരിസ്ഥിതി ആഘാത പഠനങ്ങളൊക്കെ വളരെ ദൂരവ്യാപകമായി ഇരിക്കുമെന്നാണ് പഠനങ്ങളും ആലോചനകളും പറയുന്നത്. അപ്പോൾ ഇത്രയും ഗ്രഹങ്ങളെ കൂട്ടിമുട്ടാതെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അതേതെങ്കിലും ഒന്ന് കൂട്ടിമുട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന പ്രകാരം കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് ഒക്കെ അള്ളാഹു പറയുന്നുണ്ട്. പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടാവുമ്പോഴേക്കും ഇനി ദൈവം വേണ്ട എന്ന് പറയുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചുമരിൽ ഒരു ഘടികാരം നോക്കി കുട്ടി പറഞ്ഞൊരു ഉദാഹരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടെന്ന് എന്ന് വിചാരിക്കുന്നു. ചുമരിലെ ഒരു ഘടികാരൻ രാവിലെ എഴുന്നേറ്റ് കണ്ട ഒരു കുട്ടി അതിന്റെ ഇങ്ങനെ സൂചികൾ ഇങ്ങനെ കറങ്ങുന്നത് കണ്ട് അത് എടുത്തു നോക്കി പരിശോധിച്ചപ്പോൾ കുറെ പൽചക്രങ്ങളെ കറക്കി തിരിയുന്നുണ്ട്. അതിനൊരു വേറൊരു ബെൽറ്റ് കൊണ്ട് അത് തിരിയാൻ ഒരു ചാവി കൊടുക്കുന്ന ഒരു സ്ഥലം കണ്ടു. അങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ച കുട്ടി യുറേക്ക
ഞാൻ ഇതിന്റെ എല്ലാ രഹസ്യവും കണ്ടെത്തി എന്ന് പറഞ്ഞ് ആർത്തട്ടസിക്കുന്ന കുട്ടി ഒരു സംഗതി ഓർത്തില്ല. ഞാൻ ഉണരുന്നതിന് മുമ്പ് ഇത് ഇവിടെ ക്ലോക്കാരോ കൊണ്ടുവന്ന് തൂക്കിയതാണ്. അങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഒരു പുതിയത് കണ്ടെത്തുമ്പോഴത്തേക്ക് ദൈവമില്ല എന്ന് പറയുന്നിടത്തേക്കാണ് മനുഷ്യൻ എത്തിച്ചേരുന്നത്. ആകാശത്ത് ആയിരക്കണക്കിന് വിമാനങ്ങൾ പറക്കുന്നുണ്ട്, കടലിൽ 10,000കണക്കിന് കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭൂമിയിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നുണ്ട്. ഇതിൽ ഒന്നോ രണ്ടോ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെ പോലും നമ്മൾ ഞെട്ടിപ്പിക്കുമ്പോൾ എന്ത് രക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായാലും, എന്ത് അയൺ ഡോമിന്റെ ഉള്ളിലായിരുന്നാലും, പഠനവും ഗവേഷണവും എത്ര നടന്നാലും വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നൽകപ്പെട്ട അറിവ് മനുഷ്യന് വളരെ കുറച്ചു മാത്രമാണ്. അള്ളാഹു നമ്മെ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി പുലരാൻ ജീവിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2001 ആഗസ്റ്റ് 15 മുതൽ 21 വരെ ദുബായ് സീപോർട്ടിൽ നിന്ന് കയറി കൊച്ചിയിലെത്തുന്നവരെ 8 ദിവസം 7 ദിവസം കപ്പലിലായിരുന്നു. കപ്പലിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കപ്പലിൽ കയറുമ്പോൾ തന്നെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞിരുന്നു, നിങ്ങൾ കടലിലേക്ക് ഒറ്റയ്ക്ക് നോക്കരുത് കേട്ടോ. അപ്പോഴതിൻ്റെ ഭയാനകത, ശാന്തഗംഭീരത ഞാൻ ആലോചിച്ചിരുന്നില്ല. ഒരു ദിവസം കപ്പലിൽ നിന്ന് ഉറക്കില്ലാതെ രാത്രി പാതിരക്ക് എഴുന്നേറ്റ്, ബിലീവ് മീ, ഞാൻ തുറന്ന പരിഭാഷയുടെ ആദ്യത്തെ വചനം സൂറത്തുൽ ലുഖ്മാനിലെ 31-ാമത്തെ സൂറത്തിലെ 31-ാമത്തെ വചനമായിരുന്നു. അതിൻ്റെ ആ ആയത്ത് ഇങ്ങനെയാണ്: അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ലാഹി ലിയരിയകും മിൻ ആയാതി ഇന്ന ഫീ ദാലിക ലആയാത്തുൻ ലികുല്ലി സബ്ബാറിൻ ശകൂർ. കടലിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹ നിമിത്തമാണെന്ന് നീ കണ്ടില്ലേ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് നിന്നെ കാണിച്ചു തരാൻ വേണ്ടി അത് ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചുറ്റും പാരാവാരം. 4 ദിവസമായി അപ്പോഴത്തേക്ക് പാരാവാരം ആണ് ചുറ്റും, വേറൊന്നും കാണാനില്ല. ഈ 10-11 തട്ടുകളുള്ള കപ്പലിൽ 1100 യാത്രക്കാരോടൊപ്പം ഞാൻ ചുറ്റും കാണാനുള്ളത് അത് മാത്രമടങ്ങുന്ന ഒരു ലോകം. നീണ്ടു കിടക്കുന്ന, പരന്നു കിടക്കുന്ന പാരാവാരം, ഇഷ്ടംപോലെ മത്സ്യങ്ങൾ. നമ്മൾ നമ്മളിപ്പോ ഒരു ദിവസത്തെ മത്സ്യം, ഒരു മാർക്കറ്റിലെ മത്സ്യം കണ്ടത് എത്ര മത്സ്യമെന്ന് വിചാരിക്കും. അങ്ങനെ ഇനിയും തലമുറകൾക്ക് ഭക്ഷിക്കാനുള്ള മത്സ്യസമ്പത്തുള്ള ഒരു മഹാകടലിനെയാണ്, അതിൻ്റെ ഒരു ശാന്ത ഭീകരത അപ്പോഴാണ് ആ പാതിരാക്ക് 12 മണിക്കാണ് നമ്മൾക്ക് ബോധ്യപ്പെടുക. ഇങ്ങനെയുള്ള സൂറത്തുൻ നഹ്ലിൽ അതുപോലെ അള്ളാഹു പറയുന്നു, വതഹ്മിലു അസ്കാലക്കും എന്ന് തുടങ്ങി ക്ലേശത്തോടു കൂടിയാൽ നിങ്ങൾക്ക് എത്തിച്ചേരാനാകാത്ത നാട്ടിലേക്ക് കപ്പലുകൾ നിങ്ങളെയും നിങ്ങളുടെ ഭാരങ്ങളെയും വഹിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുന്നത് ഇന്ന റബ്ബക ലറഊഫുർ റഹീം, അള്ളാഹു നിന്റെ രക്ഷിതാവ് ഏറെ ദയയുള്ളവനും കരുണാവാരിധിയുമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്നാണ്. അതില് കുതിരകളെയും കോവർ കഴുതകളെയും ഒക്കെ അവൻ നിങ്ങൾക്ക് വാഹനത്തിനായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞെടുത്ത് അലങ്കാരത്തിന് വേണ്ടിയും വഹലുകുമാല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് വയഹ്ലുകുമാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തതിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ആ വാചകം എന്നാൽ അള്ളാഹു പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഖുർആന്റെ വിമർശകർക്ക് എന്ന് പറയാമായിരുന്നു, കോവർ കഴുതയെയും ഒട്ടകത്തെയും മാത്രമാണ്, അല്ലെങ്കിൽ പായ്ക്കപ്പലിനെയും മാത്രമാണ് അള്ളാഹു സഞ്ചാരത്തിനായി യോഗ്യമാക്കിയിട്ട് അതിനുശേഷം ഇതൊക്കെ കണ്ടുപിടിച്ചത് മനുഷ്യന്റെ കഴിവാണ് എന്നാണ്. എന്നാൽ CHന്റെ ഒരു യാത്രാഗമനമുണ്ട്, ക്യാമൽ ടു കാഡിലാക്ക്. ക്യാമലിൽ നിന്ന് കാഡിലാക്ക് എന്ന അതിനൂതന വാഹനത്തിലേക്ക് അന്ന് സഞ്ചരിച്ച ഉയർന്നെത്തിയ അറബികളെ കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഇന്നലെയാണ് നമ്മൾ വായിച്ചത് നമുക്ക് അഭിമാനമായിക്കൊണ്ട് ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ല ബഹിരാകാശത്ത് സഞ്ചരിച്ചതിനെ കുറിച്ച്. ഇതൊക്കെ മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത വാഹനങ്ങളിൽ പെടും
എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ അജയ്യത എപ്പോഴും മനസ്സിലാക്കുന്ന വിശ്വാസികളായി നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പുതിയ ഹിജ്റ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ ചെയ്ത യാത്രയ്ക്കാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി സൂചിപ്പിക്കേണ്ടതാണ് മറ്റൊരിക്കൽ. റബീഉൽ അവ്വലിലാണ് ഈ ഹിജ്റ നടന്നത്. പക്ഷേ ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറത്തിലായത് കൊണ്ടാണ് ആ കാര്യം സൂചിപ്പിക്കുന്നത്. ഉമർ അള്ളാഹുവിന്റെ കാലത്ത് അബൂദർ ഗിഫാരി ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ കാലഗണനക്കും ഓരോ സർക്കാർ കാര്യങ്ങൾക്കും കാലഗണന ഏർപ്പെടുത്താത്തതിന്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഒരു കലണ്ടർ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പല ചർച്ചകളും വന്ന കൂട്ടത്തിലാണ് ഏത് ഒരു മാനദണ്ഡമായി തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഹിജ്റ തിരഞ്ഞെടുക്കപ്പെട്ടത്. AD 622 ഹിജ്റ കലണ്ടർ സംവിധാനിക്കപ്പെട്ടുള്ളത്. ഇന്ന് 1447 വർഷമായി. എന്നാൽ ഇന്ന് കർബലയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹിജ്റ കർബലയുമായി ബന്ധപ്പെട്ടും ഇമാം ഹുസൈന്റെ മരണവുമായി ബന്ധപ്പെട്ടുമൊക്കെ പള്ളികൾ അലങ്കരിക്കുകയും ദുആ പരിപാടികളും ഒക്കെ ആയിട്ടാണ് പലരും ആചരിക്കുന്നത്. ഇതൊക്കെ ഷിയ സ്വാധീനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൂസാ റളിയല്ലാഹു അൻഹു ഫിർഔന്റെ മേൽ നേടിയ വിജയം, മൂസാ അലൈഹിസ്സലാം ഫിർഔന്റെ മേൽ നേടിയ വിജയം, ഫിർഔന്റെ പതനം, ഇതൊക്കെയാണ് നമ്മെ മുഹറം ഓർമ്മിപ്പിക്കുന്നത്. നോമ്പ് മുഹറം 9-നും 10-നും നോമ്പ് അള്ളാഹുവിന്റെ റസൂൽ സുന്നത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു മഹാസന്നിഗ്ധ നിമിഷത്തിൽ മൂസാ അലൈഹിസ്സലാമിനെയും സമുദായത്തെയും അള്ളാഹു രക്ഷിച്ചത് പീഡിക്കുന്നവർക്കുള്ള വിജയ വാഗ്ദാനം എന്നും അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരു കരുതൽ ശേഖരമായി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. നമ്മളെല്ലാം ഈ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഓരോ ആയുസ് കൂടുന്നു എന്നുകൂടി വിശ്വാസികൾ ആലോചിക്കേണ്ടതുണ്ട്. ഒപ്പം നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങളിലാണ് കണക്ക് കൂട്ടാറ്. എന്നാൽ ഇടയ്ക്കെങ്കിലും ഒന്ന് കലണ്ടർ നോക്കുമ്പോൾ ഇത് അറബി മാസം ഹിജ്റ വർഷം ഏത് മാസമാണ് എന്നൊക്കെ ഒന്ന് നോക്കാൻ നമ്മൾ കരുതേണ്ടതുണ്ട്. നമ്മളെ കുട്ടികളുടെ ജനനത്തീയതി എഴുതി വെക്കുമ്പോൾ ഒപ്പം അന്നേരത്തെ ഹിജ്റ വർഷവും കൂടി തീയതി കൂടി എഴുതി വെക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട അക്കങ്ങളെ, കലണ്ടറുകൾ, വർഷങ്ങളെയും മാസങ്ങളെയും ദിവസങ്ങളെയും ഓർത്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചാന്ദ്ര വർഷത്തിലാണ് ഹിജ്റ വർഷം കണക്കാക്കുന്നത്. അതൊരു 11 ദിവസം ഓരോ വർഷത്തിലും കുറവായിരിക്കും. ഒരു 33 വർഷം എത്തുമ്പോഴത്തേക്ക് നമ്മളെ എല്ലാ സീസണിലും ആരാധന നിർവഹിക്കുന്ന, ഇപ്പൊ നോമ്പാണെങ്കിൽ എല്ലാ സീസണിലും അത് നിർവഹിക്കുന്നവരായി നമ്മൾ മാറും. ഏതായാലും നബിയുടെ ഹിജ്റ അന്ന് അവസാനിച്ചെങ്കിലും പാപങ്ങളിൽ നിന്ന് പുണ്യത്തിലേക്കുള്ള ഹിജ്റ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായി അള്ളാഹുവിന്റെ അജയ്യത ഓർത്ത് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു വരികയും ഞങ്ങളെ നല്ലവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ മനസ്സിന് സദാ സമാധാനവും സംതൃപ്തിയും നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇണകളെ, മക്കളെ, ബന്ധുക്കളെ, പ്രിയപ്പെട്ടവരെ എല്ലാം നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. ഞങ്ങളുടെ ആരും അറിയാത്ത കടങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ നീ നിവർത്തിച്ചു തരണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.